ദൈവം ആരംഭിച്ച സൽപ്രവൃത്തി അത് പൂർത്തീകരിക്കുമെന്നുള്ളത് ദൈവീക പ്രബോധനമാണ്, ദൈവിക വാഗ്ദാനമാണ്. ഫിലിപ്പിയാലേഖനം 1-ാം അധ്യായം 6 വായിക്കുമ്പോൾ ഈ വാഗ്ദാനം നമ്മൾ കാണുന്നുണ്ട്. ദൈവം ഓരോ വ്യക്തിയെ കൊണ്ടും ആരംഭിക്കുന്ന പ്രോജക്ട്സ് അത് പൂർത്തീകരിക്കാനായിട്ട് അവസാനം വരെ കൂടെ നിൽക്കുന്നവനാണ് വിശ്വസ്തനായ ദൈവം. ജീവിതം വഴിമുട്ടിയെന്ന് തോന്നും നമുക്ക് തോന്നും പലപ്പോഴും ഇനി അങ്ങോട്ട് നീങ്ങണമെങ്കിൽ സാധിക്കില്ല. സാമ്പത്തിക കെടുതി വന്ന് കടക്കാർ വല്ലാതെ ശല്യപ്പെടുത്തുമ്പോൾ ഈ കടം വീട്ടിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് കരുതി ഒളിച്ചോടുന്ന ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ ദൈവമേൽപ്പിച്ച നിയോഗങ്ങളെ പൂർത്തീകരിക്കാൻ ദൈവകൃപയിൽ വളരാനുള്ള പ്രേരണ കിട്ടുന്നത് ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ്. പലപ്പോഴും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ, പലരും നിരുത്സാഹപ്പെടുത്തുമ്പോൾ ദൈവം കൈവിടില്ലെന്നുള്ള ഉറച്ച ബോധ്യം കിട്ടുന്നത് ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോഴാണ്. നമ്മുടെ പരാജയങ്ങളും ശാരീരികമായ പരിമിതികളും മറ്റുള്ളവരുണ്ടാക്കുന്ന മാർഗതടസ്സങ്ങളുമൊക്കെ നിയോഗങ്ങളെ പൂർത്തീകരിക്കാൻ പലപ്പോഴും നമുക്ക് ശല്യമുണ്ടാക്കുന്ന പല കാര്യങ്ങളായിരിക്കും. പക്ഷേ അവിടെയൊന്നും നമ്മൾ വിസ്മരിക്കരുത്. വിശുദ്ധനായ മോർ ഗീവറീസ് സഹദ എങ്ങനെയാണ് തൻ്റെ ദൗത്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ശക്തനായി മാറിയത്? നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ അവൻ നമ്മോട് കൂടെയുണ്ട്. അതല്പം പോരായ്മയുള്ള കുടുംബമായിരിക്കാം, അല്പം എന്തെങ്കിലും ബലഹീനമായിരിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ശക്തനാക്കുന്നവൻ എപ്പോഴും കൂടെയുണ്ടെന്നുള്ള തോന്നലുണ്ടാകണം. വീണുപോയാലും എഴുന്നേൽക്കാനായി പറ്റുമെന്നുള്ളത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അബദ്ധവശാലോ ഒരുപക്ഷെ ബോധപൂർവമോ വന്ന് സംഭവിക്കുന്ന ചില കൊച്ചു തെറ്റുകളുടെ പേരിൽ കുഞ്ഞു മുറിവുകളുണ്ടാകുമ്പോൾ ആ മുറിവിൻ്റെ വേദനകൾ ആഴമേറി അതിങ്ങനെ വ്രണമായിട്ട് മാറി നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങ് സഭയിൽ നിന്നും പള്ളിയിൽ നിന്നും ആത്മീയതയിൽ നിന്നും പൗരോഹിത്യത്തിൽ നിന്നും ഒക്കെ അകന്ന് മാറുമ്പോൾ, ഇതുപോലുള്ള പെരുന്നാൾ ആഘോഷിക്കപ്പെടുമ്പോൾ വഴിതെറ്റിയാലും മടക്കി വരുത്താൻ പ്രാപ്തനായ ദൈവമുണ്ടെന്ന് മാതാപിതാക്കൾ വിശ്വസിക്കണം.